ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എഞ്ചിനീയറിംഗിലെയും ഡിജിറ്റൽ സാങ്കേതിക രംഗങ്ങളിലെയും സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ കേരള ജനത ഒരിക്കലും മറക്കില്ലെന്ന് ഫൈസൽ ബാബു MLA. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ക്യാമ്പസുകളെ സജ്ജമാക്കുമെന്ന് മന്ത്രി റോജി ജോൺ. സിഎസ്കോ അഭയം പദ്ധതിയിൽ അതിഥി തൊഴിലാളി കുടുംബത്തിനുള്ള വീടിന് തറയിട്ടു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. എഞ്ചിനീയറിംഗിലെയും ഡിജിറ്റൽ സാങ്കേതിക രംഗങ്ങളിലെയും സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. അലുമിനി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് കോളേജിൽ പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. സെന്റർ ഓഫ് എക്സലൻസ് പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. സാങ്കേതിക വിദ്യ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന കാലമാണിതെന്നും പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തും മാറ്റം കൊണ്ടുവരണമെന്നും മന്ത്രി പറഞ്ഞു. ഇതിപ്പോ നമ്മൾ സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പ്രഖ്യാപിച്ച് ഞാൻ ഇവിടുന്ന് മൈക്കിൽ പ്രഖ്യാപിച്ചിട്ട് പോയാൽ സെന്റർ ഓഫ് എക്സലൻസ് ആവില്ല. അതാവുന്നത് നമ്മുടെ ഈ കോളേജ് അതിനനുസൃതമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ മാറ്റിയെടുക്കുകയും അതിന്റെ എല്ലാ പ്രയോജനവും ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളും ഒരു ദിവസം ഈ കോളേജിന്റെ പടി പുറത്തിറങ്ങും. നിങ്ങളും ലോകത്തിന്റെ പല കോണുകളിൽ എത്തിപ്പെടും. ഇവിടെ ഇവരൊക്കെ സംഭാവന ചെയ്തതുപോലെ നാളുകളിൽ ഈ കോളേജിന് എന്തെങ്കിലുമൊക്കെ തിരിച്ച് സംഭാവനകൾ ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ EA ജാസ്മിൻ, UG ഡീൻ ഡോക്ടർ B ശ്രീജിത്ത്, PTA വൈസ് പ്രസിഡന്റ് K അശോക് സാമുവൽ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ KM ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ക്യാമ്പസുകളെ സജ്ജമാക്കുമെന്ന് മന്ത്രി റോജി ജോൺ IHRD കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IHRDക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാർത്ഥികളിൽ പ്രായോഗിക പരിജ്ഞാനം വളർത്തുകയും സംരംഭകത്വ മനോഭാവം വളർത്തുകയും ലക്ഷ്യമിട്ടാണ് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി ആവിഷ്കരിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. മൊബൈൽ ഫോണുകളിലെ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റഡ് ആകുന്ന വേഗത്തിലാണ് വിദ്യാഭ്യാസ രംഗവും സാങ്കേതിക വിദ്യകളും മാറിക്കൊണ്ടിരിക്കുന്നതെന്നും അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗവും മാറേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലഭ്യമായ തൊഴില് നാളെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇന്നിപ്പോ നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയാൽ അവിടെ ഒരു ജോലി ഉണ്ടാവും, നാളെ അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇപ്പോ AI വന്നപ്പോ പലരും പറയുന്നുണ്ട് AI തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ വന്ന സമയത്തും അങ്ങനെ ഒരു ചിന്ത പലർക്കും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ഓഫ് കോഴ്സ് കമ്പ്യൂട്ടർ വരുമ്പോ കുറെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ ഇറ്റ് ക്രിയേറ്റഡ് അനദർ സെറ്റ് ഓഫ് ജോബ്സ്. വേറെ കുറെ അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പൊ AI വരുന്നു. AI വരുമ്പോ ഇന്നുള്ള പല തൊഴിലവസരങ്ങളും നഷ്ടപ്പെടും, ഒരു സംശയവും വേണ്ട. ഇന്നുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് മാറിയിക്കാൻ കഴിയില്ല. പക്ഷേ അത് കുറെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും.
ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. IHRD അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ VA അരുൺകുമാർ, കോർപ്പറേഷൻ കൗൺസിലർ ശ്രീജ C. നായർ, പ്രിൻസിപ്പൽ A. സുമിത, ഡോക്ടർ G. അനിൽകുമാർ, കൃഷ്ണൻ മന്നോത്ത്, PK സിദ്ധാർത്ഥൻ, അഭിഷേക് P. ആനന്ദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ കേരള ജനത മറക്കില്ലെന്ന് ഫൈസൽ ബാബു MLA. ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഓർഗനൈസേഷൻ ഓഫ് സ്മാൾ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ പുരസ്കാരം നൽകി ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ കേരള ജനതയ്ക്ക് മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മലയാളി സമൂഹത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണെന്ന് MLA പറഞ്ഞു. കേരളത്തെ നവോത്ഥാനത്തിന്റെ സുന്ദരമായ ഉഷസ്സിലേക്ക്, ആ പ്രഭാതത്തിലേക്ക്, അതിന്റെ സൂര്യശോഭയിലേക്ക് ഈ നാടിനെ നയിച്ച വലിയ പ്രസ്ഥാനങ്ങൾ, വലിയ മൂവ്മെന്റ്. മലയാളി എപ്പോഴും കേരളത്തെ കുറ്റം പറയുക ചെയ്യും. മലയാളിക്ക് കേരളം എന്താന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വിടണം. കോഴിക്കോട്ടങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഈ നാടിന്റെ വില അറിയില്ല. കേരളത്തിന്റെ ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനെ, ഞാൻ തിരൂർക്കാരനാണ്, വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മഗൃഹമാണ് എന്റെ തിരൂര്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്ക് സിരകളിൽ. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഇരട്ട പൗരത്വമാണ്. നമുക്ക് രണ്ട് തലത്തിലുള്ള സാമൂഹികമായ സാംസ്കാരികമായ പ്രതലമുണ്ട്. ചടങ്ങിൽ സംഘടനയുടെ പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി അധ്യക്ഷനായിരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ MP പത്മനാഭൻ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. മലയാള മനോരമ മുൻ അസിസ്റ്റന്റ് എഡിറ്റർ KF ജോർജ് മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു. COT അസീസ് പഠനക്കിറ്റ് വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി. TM സത്യജിത്ത് പണിക്കർ, ഡോക്ടർ PK ജനാർദ്ദനൻ, അഞ്ജു PU, ഷാജി പയ്യോളി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. CSCO അഭയം കമ്മിറ്റി അതിഥി തൊഴിലാളി കുടുംബത്തിന്റെ വീടിന് തറക്കല്ലിട്ടു. വ്യവസായി SM ഉസ്മാൻ കോയ തറക്കല്ലിടൽ നിർവഹിച്ചു. ബീഹാർ സ്വദേശിയായ അതിഥി തൊഴിലാളിയും ബീച്ചിലെ കടല വിൽപ്പനക്കാരനുമായ യുവാവിന്റെ കുടുംബത്തിന് CSCOവിന്റെ കൈത്താങ്ങം. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാറാട് വാട്ടർ ടാങ്ക് ബസ് സ്റ്റോപ്പിനടുത്ത് സർക്കാർ നൽകിയ 3 സെന്റ് മിച്ചഭൂമിയിലാണ് 28ാമത് വീടിന് തറക്കല്ലിട്ടത്. പഴയകാല പ്രവാസിയും വ്യവസായിയുമായ SM ഉസ്മാൻ കോയ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഷീദ് അലി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ നിമ്മി പ്രസാന്ത്, ജനറൽ സെക്രട്ടറി PN വലീദ്, അഭയം ചെയർമാൻ CEV അബ്ദുൽ ഗഫൂർ, കൺവീനർ PM മെഹബൂബ്, മുൻ പ്രസിഡന്റ് CBV സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. GCC രാജ്യങ്ങളിൽ ഓഡിറ്റിംഗ്, അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രശസ്തമായ സെക്യൂർ ടാഗിന്റെ കീഴിൽ പെരിന്തൽമണ്ണയിൽ സെക്യൂഫിൻ അക്കാദമി ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 500ഓളം വിദ്യാർത്ഥികൾക്കായി കൊമേഴ്സ് പ്ലേസ്മെന്റ് ഡ്രൈവും സംഘടിപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ വിജയകരമായ ട്രാക്ക് റെക്കോർഡുമായാണ് സെക്യൂർ ഫിൻ അക്കാദമി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്.
ഓഡിറ്റിംഗ്, അക്കൗണ്ടിംഗ് സേവനങ്ങൾ നൽകി വരുന്ന സെക്യൂർ ടാഗാണ് അക്കാദമിയുടെ മാതൃസ്ഥാപനം. കൊമേഴ്സ് മേഖലയിൽ വിശ്വസനീയമായ റിക്രൂട്ടിംഗ് സ്ഥാപനമായും സെക്യൂർ ടാഗ് പ്രവർത്തിക്കുന്നു. നിലവിൽ ഒമാൻ, ഖത്തർ, UAE, സൗദി, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ സെക്യൂർ ടാക്സിന് ബ്രാഞ്ചുകളുണ്ട്. സ്ഥാപനത്തിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ സെക്യൂർ ഫിൻ അക്കാദമി ആരംഭിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷന് സമീപം പടിപ്പുര ട്രേഡ് സെന്ററിലാണ് സെക്യൂർ ഫിൻ അക്കാദമി പ്രവർത്തനം തുടങ്ങിയത്. കേരളത്തിലെ കൊമേഴ്സ് വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലെ മികച്ച തൊഴിലവസരങ്ങൾക്ക് വേണ്ടി പരിശീലിപ്പിക്കുകയും ജോലി നേടാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് സെക്യൂർ ഫിന്നിന്റെ ദൗത്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ TP റിയാസ് ഹസൻ പറഞ്ഞു. കാലാകാലങ്ങളായി ഞങ്ങൾ ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രോബ്ലമായിരുന്നു ക്വാളിഫൈഡ് കാൻഡിഡേറ്റിനെ കിട്ടുമെങ്കിലും സ്കിൽഡായ കാൻഡിഡേറ്റിനെ കിട്ടാത്തൊരവസ്ഥ. ഇത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കസ്റ്റമേഴ്സും ക്ലയൻസും ഇതേ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിരുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് CMA, ACCA സ്റ്റുഡൻസ് വർഷാവർഷം നല്ല രൂപത്തിൽ പാസ് ഔട്ട് ആവുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ എവിടെ പോകുന്നു? വാഗ്ദാനം പ്രകാരം അവർക്ക് നല്ല ജോലി കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. ഇതിനൊക്കെ ഒരു ടോട്ടൽ പരിഹാരം എന്നുള്ള നിലക്കാണ് സെക്യൂർ ഫിൻ ഇവിടെ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. സെക്യൂർ ഫിൻ അക്കാദമിയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. പുതിയ കാലത്തിനനുസരിച്ചുള്ള പരിശീലനമാണ് സെക്യൂർ ഫിനിൽ നൽകി വരുന്നതെന്ന് കരുതുന്നതായി അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ മുഖ്യാതിഥിയായിരുന്നു. റിയാസ് ഹസൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുഹമ്മദ് ഷഫീഖ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. വിദേശ പ്രതിനിധികളായ മുഹമ്മദ് സുലൈമാൻ അഹമ്മദ് അൽ ബുസൈദി, വലീദ് സുലൈമാൻ അഹമ്മദ് അൽ ബുസൈദി, ബാക്കിദ് ഹമീദ് അൽ ബാക്കിദ് ഫാദിൽ, സയ്യിദ് ഹാമിദ് അൽ ബാക്കിദ് ഫാദിൽ, ഫൈസൽ ഹമീദ് അൽ ബക്കിദ് ഫദിൽ, കരിയർ വിദഗ്ധൻ CS സാലിഫ്, നാസർ പെരിങ്ങത്തൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മികച്ച കരിയറിനെ കുറിച്ച് സിനാൻ ക്ലാസ് നയിച്ചു. CS സാലിഫ്, ഡോക്ടർ സുഹൈൽ, ഡോക്ടർ ഷാഫി, സുഹൈൽ ആയഞ്ചേരി എന്നിവർ പാനൽ ചർച്ച നയിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ IIM-ന്റെ സഹകരണത്തോടെ നോളജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ തലത്തിൽ CA-യിൽ റാങ്ക് ലഭിച്ച 118 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 10 ദിവസത്തെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് കുന്നമംഗലത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ആരംഭിച്ചത്. IIM PGP ഹാളിൽ നടന്ന ചടങ്ങ് ICAI ബോർഡ് ഓഫ് സ്റ്റഡീസ് ഓപ്പറേഷൻ ചെയർമാൻ രാജേഷ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. Life is one inning. Live that life powerfully. Live the life you love. Keep smiling. See a student mode में. हट जाओ. Smile is a curve which makes everything straight. जिस तरीके से गाड़ी की स्पीड काउंट होती है ना माइल्स पर आवर, इंसान की जिंदगी काउंट होती है स्माइल्स पर आवर. जो मुस्कुरा रहे हो जिंदगी है, बाकी सब बेकार है. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡീൻ പ്രൊഫസർ K സുദർശൻ അധ്യക്ഷനായി. ICAI കോഴിക്കോട് ബ്രാഞ്ച് ചെയർപേഴ്സൺ M അത്ഭുത ജ്യോതി, സെക്രട്ടറി രവി ചന്ദ്രശേഖർ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പ്രൊഫസർ പ്രിയ നായർ, ബാബു അബ്രഹാം കള്ളിവയലിൽ എന്നിവർ സംബന്ധിച്ചു. ഈ മാസം 26-ന് പ്രോഗ്രാം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize, Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹസംഗമം നടത്തി. രാമനാട്ടുകര നഗരസഭാ കൗൺസിലർ ഹാരിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കായി സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വേറിട്ട വേദിയൊരുക്കി ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ്.
രാമനാട്ടുകര ന്യൂയോർക്ക് ഇവന്റ് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച സ്നേഹസംഗമം കലാ, കായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഈ ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായിരിക്കുന്ന കുട്ടികളെ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരോടൊത്ത് സമയം ചെലവഴിക്കുക, അവർക്ക് വേണ്ട കിറ്റുകൾ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവർ പാട്ടും അതേപോലെയുള്ള കലാപരിപാടികൾ അവരൊന്നിച്ച് നടത്തുക. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അവർക്ക് ഒരു സംതൃപ്തി. ഒരു രക്ഷിതാക്കൾക്ക് അവർക്ക് എല്ലാം തന്നെ ഒരു സംതൃപ്തി കൊടുക്കുക, മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം കൊടുക്കുക. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഈ ട്രസ്റ്റിൻ്റെ ലക്ഷ്യം. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന മെലഡി കഫേ വാട്സപ്പ് ഗ്രൂപ്പിലെ കലാകാരന്മാർ ഒരുക്കിയ സംഗീത വിരുന്ന് ചടങ്ങിന് മാറ്റുകൂട്ടി. വേദിയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നടങ്കം പാട്ടുകൾ പാടിയും നൃത്തം ചവിട്ടിയും തങ്ങളുടെ സന്തോഷം പങ്കിട്ടത് കണ്ടുനിന്നവർക്കും വേറിട്ടൊരു അനുഭവമായി മാറി. രാമനാട്ടുകര നഗരസഭ 28ാം വാർഡ് കൗൺസിലർ ഹാരിസ് ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടുന്ന പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ള സ്നേഹസംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് രാമനാട്ടുകര വാർഡ് കൗൺസിലർ ഹാരിസ് സാറാണ്. കലാ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ ഉന്നത വ്യക്തിത്വങ്ങൾ ഇവിടെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറും ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ സുബൈർ നെല്ലുള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിറാജ് പന്തീരങ്കാവ്, BK മുഹമ്മദ്, സിദ്ദീഖ് വൈദ്യരങ്ങാടി, പെരുവയൽ പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ ശബന ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. മനോജ് കുമാർ തൃശൂർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നീറ്റ് ഉന്നത വിജയികളെ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് അനുമോദിച്ചു. സംസ്ഥാനത്തെ വിവിധ സെന്ററുകളിൽ നിന്നായി 8 കുട്ടികളാണ് ഉയർന്ന റാങ്ക് നേടിയത്. ചടങ്ങിൽ ആകാശ് സാരഥികൾ പങ്കെടുത്തു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് അനുമോദിച്ചു. സംസ്ഥാനത്തെ വിവിധ ആകാശ് സെന്ററുകളിൽ നിന്നായി 8 വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷയിൽ ഉന്നത റാങ്കുകൾ നേടിയത്. വിദ്യാർത്ഥികളുടെ നിരന്തരമായ കഠിനാധ്വാനം, നിശ്ചയദാർഢ്യം, ചിട്ടയായ പരിശീലനം എന്നിവയ്ക്കൊപ്പം ആകാശ് നൽകുന്ന അക്കാദമിക് മാർഗനിർദ്ദേശങ്ങളും പഠന അന്തരീക്ഷവും നേട്ടത്തിന് കരുത്തേകി. കേരളത്തിൽ നിന്ന് ഉയർന്ന റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികളെ കോഴിക്കോട് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് അനുമോദിച്ചു. ഡെപ്യൂട്ടി റീജിയണൽ ഹെഡ് ജയകൃഷ്ണൻ KP, സംസ്ഥാന മേധാവി മിഥുൻ രാമചന്ദ്രൻ, അക്കാദമിക് മേധാവി ദിവ്യ L, ബ്രാഞ്ച് മേധാവി വിനീഷ് കുമാർ K എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ തലത്തിൽ 416ാം റാങ്കോടെ കേരളത്തിൽ നിന്നുള്ള ആകാശ് വിദ്യാർത്ഥി ദുർഗ BS പട്ടികയിൽ ഒന്നാമതെത്തി. ശരവണ പോത്തി 424, ഹരിപ്രിയ നന്ദകുമാർ 1601, പ്രിയങ്ക മനോജ് K 2820, സമന്വയ് ഹരീഷ് 4325, സുദർശൻ രമണ 6101, അഭിനവ് ജിയോ 7446, അങ്കിത് രാജ് 8172 എന്നിവർ ഉയർന്ന റാങ്കുകൾ നേടി. ദേശീയ തലത്തിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ 4 പേരും ആകാശ് വിദ്യാർത്ഥികളാണ്. ആദ്യ 50-ൽ 18 പേരും ആദ്യ 100-ൽ 41 പേരും ആകാശ് വിദ്യാർത്ഥികൾ തന്നെ. വിദഗ്ധരായ അധ്യാപകർ, സമഗ്രമായ പഠന സാമഗ്രികൾ, കർശനമായ പരീക്ഷാ രീതികൾ, വ്യക്തിഗത മാർഗനിർദ്ദേശം എന്നിവയിലൂടെ രാജ്യത്തിലുടനീളം മികച്ച റാങ്ക് നേടുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളെ സ്ഥിരമായി വാർത്തെടുക്കുകയാണ് ആകാശ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താഷ്കന്റ് റെസ്റ്റോറന്റിന്റെ 2ാമത് ശാഖ പൂനൂരിൽ പ്രവർത്തനം തുടങ്ങി. മന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. പൂനൂർ പുഴയോരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെയാണ് താഷ്കന്റ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത്. താഷ്കന്റ് സ്പെഷ്യൽ മന്തി, ഫിഷ് ഫ്രൈ, കുഴിമന്തി, ഷവായ, ചൈനീസ്, അറേബ്യൻ, ഇന്ത്യൻ ഭക്ഷണ ഇനങ്ങൾ, വിഭവസമൃദ്ധമായ മീൽസ് എന്നിവ ലഭ്യമാക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഹാജി പറഞ്ഞു. റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം മന്ത്രി T. സിദ്ദിഖ് നിർവഹിച്ചു. പ്രാർത്ഥനയ്ക്ക് ആവേലത്ത് സബൂർ ബാഹസൻ തങ്ങൾ നേതൃത്വം നൽകി. മുൻ MLA PT റഹീം, ഉമ്മർ, പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ പരിപാടികൾ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ രാമായണ മാസാരംഭം ആചരിച്ചു. രാമായണ പാരായണവും സീതാ സ്വയംവരം നൃത്താവിഷ്കാരവും അവതരിപ്പിച്ചു. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ രാമായണ മാസാരംഭം ആചരിച്ചു. ഗീത വേണുഗോപാൽ രാമായണത്തിലെ ബാലകാണ്ഡം ആലപിച്ചു. ഗിരിജ കെ മേനോൻ രാമായണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. സിതാര സേതുമാധവൻ സംവിധാനം ചെയ്ത സീതാ സ്വയംവരം നൃത്ത രംഗാവിഷ്കാരം വേദിയിലെത്തി. രമണി മലയദ്, ഫക്കാറുന്നീസ, അരുണ രാമചന്ദ്രൻ, ഉഷ രാമകൃഷ്ണൻ, പ്രകാശിനി, ശ്രീജ സതീഷ്, രാജശ്രീ ഉണ്ണി, മഞ്ജു ശ്യാം, റീത്ത നായർ എന്നിവർ പങ്കെടുത്തു. ലക്ഷ്മി നന്ദകുമാർ, രമണി മോഹൻ, പത്മജ, രഘുനാഥ് തുടങ്ങിയവരും പങ്കെടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് ലക്ഷ്മി ശിവകുമാർ അധ്യക്ഷയായിരുന്നു. രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവാ പൂജയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എഞ്ചിനീയറിംഗിലെയും ഡിജിറ്റൽ സാങ്കേതിക രംഗങ്ങളിലെയും സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ കേരള ജനത ഒരിക്കലും മറക്കില്ലെന്ന് ഫൈസൽ ബാബു MLA. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ക്യാമ്പസുകളെ സജ്ജമാക്കുമെന്ന് മന്ത്രി റോജി ജോൺ. CSCO അഭയം പദ്ധതിയിൽ അതിഥി തൊഴിലാളി കുടുംബത്തിനുള്ള വീടിന് തറയിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.